കർണാടകത്തിലെ ദുരന്തത്തെ ഒരു മഹാദുരന്തത്തിലേക്ക് തള്ളിവിട്ട കർണാടക സർക്കാരും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടും, അതായത് ദുരന്ത നിവാരണ സേനയുടെ പിടിപ്പുകേടും ഒക്കെ തുറന്നു കാട്ടപ്പെടുന്ന ഒരു വീഡിയോയാണ്. ഇത്രയും ദിവസമായിട്ടും ഇപ്പം ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആരോ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കൂടെ ഇരിക്കുന്ന സമയത്താണ് ഞാനീ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്ന ഈ 10ാം ദിവസം വരയ്ക്ക് ഈ ഒരു അർജൻസി നമ്മൾ കാണിച്ചിരിക്കുന്നത്, ഇത് 1ാം ദിവസം തൊട്ട് കാണിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത്രയും മഴ ഹെവി ആവാതെ തുടങ്ങിയിരുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെയോ നമുക്ക് പല ഹോപ്പുകളും അന്നുണ്ടായി. ഇന്നിപ്പോൾ ഹോപ്പുകൾ ഓരോന്നായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കുട്ടി അർജുൻ എന്ന് പറയുന്ന വ്യക്തി ചായക്കടയിൽ കയറിയെന്നുള്ളപ്പോൾ എസ് പിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നത് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ആണ് ഈ മലയിടിച്ചിൽ വന്നതെന്നും ആ മലയിടിച്ചിൽ അദ്ദേഹം നദിയിലോട്ട് വീണു, മറ്റുള്ളവർ പോയ പോലെ തന്നെ നദിയിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ ആ നീന്തൽ അറിയാവുന്ന എത്ര നീന്തൽ വിദഗ്ധനാണെങ്കിലും ശരി, ചില സമയങ്ങളിൽ അവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോവാം. പക്ഷേ ആഫ്റ്റർ സം ടൈംസ് ഇവരെ റിക്കവർ ചെയ്തിട്ട് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതുപോലുള്ള ഡിസാസ്റ്റർ നടക്കുന്ന സമയത്താണ് നമ്മൾ ഡ്രോൺസിൻ്റെ ഓപ്പറേഷനും ഹെലികോപ്റ്റർ സെർച്ചും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയ മുഴുവൻ ഒരു 7-8 കിലോമീറ്റർ 10 കിലോമീറ്റർ ചുറ്റളവ് മുഴുവൻ ഒബ്സർവേഷനിൽ വെച്ചിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് അർജുൻ ജീവനോട് അവിടെ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ രക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ല ഇപ്പോൾ കുടുങ്ങി കിടക്കുന്ന സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഇളകാൻ പറ്റാത്ത രീതിയിൽ ജീവനോട് ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും. അതല്ല എങ്കിൽ ഈ 2 ദിവസത്തിനകത്ത് ഇപ്പം കാണിക്കുന്ന ഈ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അന്ന് കാണിച്ചിരുന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ കോർഡിനേഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ വ്യക്തിയെ നമുക്ക് എവിടെയെങ്കിലും ഫ്ലോട്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എസ് പി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഹോപ്പുകളും തകർക്കുന്നതായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കാം. പക്ഷേ നമ്മളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അത് നമ്മൾക്ക് നമ്മുടെ ഒരു മനുഷ്യജീവിയോടുള്ള ഒരു സ്നേഹം. അപ്പോൾ അർജുൻ തിരിച്ച് ജീവനോടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഫുൾ മലയാളികളും അവരുടെ ഒന്നടങ്കം ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഞാൻ കാണുന്നത് നിങ്ങളുടെയൊക്കെ ന്യൂസുകളാണ്. ഒരു ചായക്കടയിലാണെങ്കിലും ശരി, മൊബൈൽ ഓൺ ചെയ്തുകൊണ്ട് ഈ ന്യൂസുകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങൾക്ക് എത്രത്തോളം കൺസേൺ ഉണ്ട് ഈ ഒരു ഓപ്പറേഷനിലും ഈ ഒരു വ്യക്തിയെക്കുറിച്ചും എന്നുള്ളതാണ് കാണുന്നത്. അത് വളരെയധികം സന്തോഷം. കാരണം ഒറ്റക്കെട്ടായി നിൽക്കാനുള്ളൊരു മനസ്ഥിതി, അല്ലാതെ വേറെ പാട്ട് കേൾക്കാനല്ല ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ വെരി അലാമിങ്. അതേ സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വ്യക്തി ഇനി സംസാരിക്കുമ്പോൾ പറയുമായിരിക്കുന്നുള്ള ഉത്തരം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ അഡ്വൈസും കൊടുത്തു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഗവൺമെൻറ് അത് ഫോളോ ചെയ്യുന്നില്ല? ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം സേഫ്റ്റി അല്ലെങ്കിൽ മാക്സിമം ആയിട്ടുള്ള എന്ത് നമുക്ക് എടുക്കാൻ പറ്റും അത് വെച്ചിട്ടാണല്ലോ നമ്മൾ റിക്വസ്റ്റ് പുട്ടപ്പ് ചെയ്യുന്നത്. അല്ല ഒരു ഡിസാസ്റ്റർ ഇപ്പോൾ ഒരു മലയിടിച്ചിൽ നടന്നു, ആദ്യം പോലീസ് പോയി കുറച്ച് മണ്ണ് വാരുക, ഇങ്ങനെയല്ലല്ലോ. ഇത്രയും വലിയൊരു ഹെവി ദുരന്തം നടന്നതിന് ശേഷം നമ്മുടേതായിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ആദ്യമേ ഇപ്പം ചെയ്തിരിക്കുന്ന ഈ പ്രൊഫഷണൽ അപ്രോച്ച്, സ്കൂബ ഡൈവേഴ്സ്, ഹെലികോപ്റ്റേഴ്സ്, അതുപോലെ തന്നെ റഡാർ സെർച്ച്, ഇതെല്ലാം ആ ദിവസം തന്നെ സെർച്ച് ചെയ്തിട്ട് ലൊക്കേഷനെ കൊണ്ടുവരുന്നതിന് പകരം ഇവർ ഡിസ്കഷൻസും ചെയ്തുകൊണ്ട് ഓഫീഷ്യൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് 6ാം ദിവസമാണ് ആർമിക്ക് റിക്വസ്റ്റ് പോകുന്നത്. എന്നിട്ടാണ് 7ാം ദിവസം ആർമി വണ്ടികൾ അവിടെ നിന്ന് വരുന്നത്, അതും ബെൽഗാമിൽ നിന്ന് ബൈ റോഡ് വരികയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഫഷണലി എവിടേക്കോ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഫീൽ ചെയ്യുന്നില്ലേ സർ? ഞാൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആളോടും കൂടിയാണ് ചോദിക്കുന്നത്. ബിക്കോസ് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയും പ്രൊഫഷണലായിട്ടുള്ള ആളുകളായിരിക്കും അവിടെ ഇരിക്കുന്നത്. ബിക്കോസ് ഇവർ റിട്ടയർ ആയിരിക്കാം, ചിലപ്പോൾ വയസ്സായിട്ടുള്ള 75. എൻ്റെ CEO ജനറൽ ദത്ത ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നാഷണൽ സെൻട്രൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വയസ്സ് 78 പക്ഷേ ഇന്നും ഒരു സംഭവം വരുന്ന സമയത്ത് ഹീസ് ഓൺ കോൾ ഓവർ ദ. അപ്പോൾ ഈ എക്സ്പെർട്ടുകളെ വെച്ചിട്ടായിരിക്കും അവർ ആദ്യം സജഷൻസും ഒപ്പീനിയൻസും എടുക്കേണ്ടത്. അതെന്തുകൊണ്ട് ഇവരൊന്നും ചെയ്തില്ല? ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡി ഓരോരോ കാര്യങ്ങൾക്കായിട്ട് അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫയർ, വെള്ളം, ഭൂകമ്പം, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, മല എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അതിനകത്ത് നാച്ചുറൽ കലാമിറ്റീസ് എന്തൊക്കെയോ ഉണ്ടോ ഇതിനൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് പടക്കശാല കത്തിപ്പോകുന്നത്, ഫയർ, ഇതെല്ലാം വരുന്ന മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഇതിനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്.
അവർക്ക് നമ്മൾ കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് ആളുകളെ വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഗവൺമെൻറ് ഷുഡ് കോൾ ദം ഫോർ എ മീറ്റിംഗ്. അത് കർണാടക ഗവൺമെൻറ് ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ചെയ്യണം. അവരായിരിക്കണം ഈ ഏരിയ മുഴുവൻ സ്റ്റഡി ചെയ്തുകൊണ്ട് അതിൻ്റെ പേപ്പർ പുട്ടപ്പ് ചെയ്യുന്നത്. ഇനി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു $1 മില്യൺ ക്വസ്റ്റ്യനാണ് ഇവിടെ. ഇത്രയും ടെക്നോളജിയും ഇതെല്ലാം വരുന്ന സമയത്ത് ഈ നേച്ചർ, പ്രകൃതി ഇത്രയും ഭീകരമായിട്ട് അതിനെ അഡ്വേഴ്സായിട്ട് നമ്മളോട് കളിക്കുന്ന സമയത്ത് എന്തെന്ന് ചോദിച്ചാൽ അന്താളിച്ച് നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിനെ മാത്രമേ നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റൂ. പോയിന്റ് നമ്പർ 1, കർണാടക സർക്കാർ ആദ്യം തൊട്ടേ ആദ്യത്തെ 5 ദിവസം ഈ ഒരു വിഷയത്തിൽ വേണ്ടത്ര പരിഗണന കൊടുത്തില്ല. വളരെ കോംപ്ലിക്കേറ്റഡായുള്ള ഒരു വിഷയത്തെ വളരെ സില്ലിയായിട്ട് അവർ കണക്ക് കൂട്ടി. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ പലരും അനുഭവിക്കുന്നത്. പോയിന്റ് നമ്പർ 2, ആദ്യത്തെ 5 ദിവസം വളരെ ശക്തമായ മഴയോ കാറ്റോ ഒന്നുമില്ലായിരുന്ന സമയത്ത് കൂടി വളരെ വിലയേറിയ സമയം സർക്കാർ ചർച്ചകളിലൂടെയും വേണ്ടത്ര പരിഗണന കൊടുക്കാതെയും ഈ വിഷയത്തെ അലംഭാവം കാണിച്ചു. അത് വലിയൊരു പോരായ്മയായിട്ട് കരുതുന്നു. ഈ ഒഴുക്കിൽ ചെന്നുപെട്ട തടി 10 ദിവസത്തിന് ശേഷം മാത്രമാണ് സേനയ്ക്ക് അറിയാൻ സാധിച്ചത് ഇങ്ങനെ ഒരു തടി ഒഴുക്കിൽപ്പെട്ടു ചെന്ന് നാട്ടുകാർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഇത് ആ ലോറി മറിഞ്ഞ അല്ലെങ്കിൽ ഈ ആക്സിഡൻ്റ് ഉണ്ടായതിന് അന്നോ അതിന് പിറ്റേ ദിവസമോ ശേഖരിച്ച് വെച്ചിരിക്കുന്ന തടിയാണ്. ഗ്രാമവാസികൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും എത്തിച്ചില്ല. ഗവൺമെൻറ് തൊട്ട് ഗ്രാമവാസികളുമായിട്ട് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതിൻ്റെ യഥാർത്ഥ ഫലമാണ് ഇവിടെ അനുഭവിക്കേണ്ടി വന്നത്. 6-7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ആർമിയെ വിളിക്കുമ്പോഴും അവർ ആദ്യം വന്നിരിക്കുന്നത് അത്യാവശ്യ സാധനങ്ങളോ ടൂൾസുകളോ അല്ലെങ്കിൽ സജ്ജമായിട്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് കർണാടക സർക്കാർ അവരെ ഈ ഭീകരത അറിയിക്കാഞ്ഞിട്ടാണോ അതോ ഇന്ത്യൻ ആർമി അത്ര ലഘുവായി ഈ വിഷയത്തെ സമീപിച്ചതുകൊണ്ടാണോ എന്തെന്നറിയില്ല. ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം 10ാമത്തെ ദിവസമാണ് മിലിറ്ററി യഥാർത്ഥത്തിൽ അവരുടെ ഫോഴ്സ് കംപ്ലീറ്റായിട്ട് ഉപയോഗപ്പെടുത്തിയത്. അവസാന നിമിഷങ്ങളിൽ കാണിക്കുന്ന ഈ ആത്മാർത്ഥത ആദ്യത്തെ ഒരു 1-2 ദിവസം കാണിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു ദൗത്യം നല്ല രീതിയിൽ അവസാനിപ്പിച്ച് മടങ്ങാമായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇത്രയും പരിണിതപ്രജ്ഞനായ നമ്മുടെ മേജർ രവി, അദ്ദേഹം പറഞ്ഞ പല കാര്യത്തോടും ഇതിനു മുമ്പ് യോജിച്ചിട്ടുമുണ്ട് വിയോജിച്ചിട്ടുമുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഏത് രീതിയിൽ എടുക്കാം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇതിനകത്ത് വസ്തുത ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർണാടകത്തിലെ സർക്കാർ ഇപ്പോൾ BJP സർക്കാർ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേങ്കിൽ മേജർ രവി ഈ ഒരു വാക്കുകൾ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുമായിരുന്നോ എന്നുള്ളതിലും എനിക്ക് സംശയമുണ്ട്. അതുകൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.